ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിന്റെ 7ാമത്തെ ദിനത്തിന്റെ അവസാന മണിക്കൂറുകളിൽ നമ്മളായിരിക്കുകയാണ്. തമ്പുരാന്റെ കൃപയ്ക്ക് അനുഗ്രഹത്തിന് നന്ദി പറയുവാനും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനും ജീവിതത്തെ തമ്പുരാനുമായിട്ട് ചേർത്ത് വയ്ക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ. ഇത് നാം വായിക്കുന്ന തിരുവചനം നമ്മോട് പറയുകയാണ്, ചെയ്യാൻ സാധിക്കുന്ന നന്മ അപരന് ചെയ്യാത്തത് ഒരു പാപത്തിന്റെ ബന്ധനമാണ്. ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾ പറ്റുന്ന ഉപകാരങ്ങൾ, നന്മകൾ ഒഴിവാക്കി പോയിട്ടുള്ളവരാണ്. ദൈവതിരുസന്നദ്ധിയിൽ ഒരു നിമിഷം മാപ്പ് ചോദിച്ചുകൊണ്ട്, തമ്പുരാനെ, നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന തീക്ഷ്ണമായ പ്രാർത്ഥനയോടെ ദിവികാരനാഥന്റെ സന്നദ്ധിയിൽ നമുക്കായിരിക്കാം. നമുക്ക് മുട്ടുകുത്തി കരങ്ങൾ കുപ്പി ദിവികാരനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16 വാക്യങ്ങൾ 19 മുതൽ. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നത് കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹാമത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താനും അവർക്ക് ബോധ്യമാവുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
എല്ലാവരും ഏറ്റുചൊല്ലുക. എന്റെ യേശുവേ, എന്റെ യേശുവേ, അങ്ങേ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചനത്തില് കണ്ടുമുട്ടുകയാണ് ഒരു ധനവാനെയും ഒരു ലാസറിനെയും. ധനവാൻ ഒരു രീതിയിലുള്ള ദ്രോഹവും ലാസറിനോട് ചെയ്തില്ല. അവന്റെ വീടിന്റെ പടിവാതിക്കൽ കിടക്കുവാനായിട്ട് അനുവദിച്ചു. അവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ ഭക്ഷിച്ച് വിശപ്പടക്കാനായിട്ട് അവൻ അനുവാദം കൊടുത്തു. പക്ഷെ തിരുവചനത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ്, ധനവാന് വേണമായിരുന്നുവെങ്കിൽ ഇതിനൊക്കെ ഒത്തിരി അപ്പുറം ലാസറിനെ സഹായിക്കുവാനുള്ള കഴിവും സൗകര്യങ്ങളും അവനുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചിരുന്ന നന്മയെ, അവന് ചെയ്യാനായിട്ട് ജീവിതത്തിൽ സാധിച്ചിരുന്ന സൽപ്രവൃത്തിയെ അവൻ സൗകര്യപൂർവം ഒഴിവാക്കി കളഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ധനവാൻ ഒരു രീതിയിലുള്ള ദുഷ്ടതയുള്ള ഒരു വ്യക്തിയാണെന്ന് വചനം പറയുന്നില്ല. കാരണം ധനവാൻ അബ്രാഹത്തോട് പറയുന്ന ഒന്നുണ്ട്, എനിക്ക് ദേശത്ത് 5 സഹോദരന്മാർ കൂടിയുണ്ട്, അവരൊരിക്കലും ഇവിടെ വന്ന് ഈ നരകാഗ്നിയിൽ പതിക്കാതിരിക്കേണ്ടതിന് ലാസർ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറയണം. പ്രിയമുള്ളവരെ, ഞാനൊരു കുഴിയിൽ ചാടി മറ്റുള്ളവർ ചാടട്ടെ എന്നൊരു മനോഭാവമല്ല, മറിച്ച് മറ്റൊരാൾ ചാടരുത് എന്ന മനോഭാവം നല്ലൊരു മനോഭാവമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ നമ്മളിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കണം പ്രിയമുള്ളവരെ, വചനം പറയുകയാണ്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായിട്ട് തീർന്നു. ചിലപ്പം ചില അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാകാം, ചിലപ്പോൾ ചില അനുഗ്രഹത്തിന്റെ വ്യക്തികളാകാം, ചിലപ്പോൾ ചില അനുഗ്രഹത്തിന്റെ സന്ദർഭങ്ങളാകാം. ചിലപ്പോൾ നമ്മൾ പലരെയും ഒഴിവാക്കിയും മറികടന്നു പോകുന്ന അവസ്ഥകൾ ജീവിതത്തിലുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു നന്മയെന്ന് പറയുന്നത് അവരുടെ മുഖത്ത് നോക്കിയുള്ള ഒരു പുഞ്ചിരിയായിരിക്കാം, അല്ലെങ്കിൽ അവരോടുള്ള ഒരു വിനയത്തിന്റെ സംസാരമായിരിക്കാം, അല്ലെങ്കിൽ കരുണാദ്രമായ ഒരു പെരുമാറ്റമായിരിക്കാം.
ഒത്തിരിയേറെ ആളുകൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പുഞ്ചിരിക്കുന്ന ഒരു മുഖവും സ്നേഹത്തിന്റെ ഒരു പെരുമാറ്റവും കാരുണ്യത്തിന്റെ ഒരു സാമീപ്യവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എത്രമാത്രം നമ്മുടെ ഭവനത്തിന്റെ ഉള്ളിലും നമ്മുടെ ജോലി മേഖലകളിലും ഇടവക ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് സാധ്യമാക്കുന്നുണ്ട് തിന്മയെ വെറുത്തുപേക്ഷിച്ച് നന്മയോട് ചേരാനായിട്ട്. യേശുവിനെ കുറിച്ച് വചനം പറയുന്ന ഇതാണ്: അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. ജീവിതയാത്രയിൽ അനുനിമിഷം നന്മ ചെയ്തുകൊണ്ട് പ്രകാശത്തിന്റെ പാതയിൽ അവനെ പിൻചെല്ലുവാനായിട്ട് വചനം നമ്മോട് പറയുകയാണ്: മലമുകളിൽ പണിതുയർത്തിയ ഭവനത്തെ മറച്ചു വെക്കുക സാധ്യമല്ല. വിളക്ക് കത്തിച്ച് പീഠത്തിന്മേലാണ് വെക്കുന്നത്. അത് ആ ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നന്മയുടെ പ്രവർത്തികൾ അനുനിമിഷം പ്രവർത്തിക്കുവാനായിട്ട്, നന്മയോട് കൂട്ടുചേരുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാക്കണം. പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു: തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കുവാനുള്ള അധികാരവും കൊടുത്തു. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം വാക്യം പറയുകയാണ്: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 5-ാം വാക്യം ശക്തമായി നമ്മോട് പറയുകയാണ്: ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ജീവിതയാത്രയിൽ നന്മയെ മുറുകെ പിടിച്ച് ജീവിക്കാനായിട്ട്, അനുനിമിഷം നന്മ ഒഴുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ഈ നിമിഷം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, എപ്പോഴെല്ലാം നന്മ ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം നീ ഒരുക്കി തരുന്നുവോ അതിനെ അതിൻ്റെ പൂർണ്ണതയിൽ വിനിയോഗിക്കുവാനായിട്ട്, കൃപയാക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി ഒരു നിമിഷം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിട്ട്, നന്മയെ മുറുകെ പിടിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട്, എന്നിൽ നിന്ന് തിന്മയല്ല നന്മ അനുനിമിഷം ഒഴുകാനായിട്ട്, ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറം നന്മയുടെ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, ഭക്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ.
വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ. മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ തിരുക്കുമാരന്റെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം അരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിരന്തരമായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകരാം മിശിഹാതൻ ദിവ്യമിടം വാഴ്ത്തിടുവിൻ. വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ
മിശിഹാനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.